കൊമേഴ്സ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ക്യാപിറ്റൽ മെത്തേഡും പിന്നെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡുമാണ്. അതിൻ്റെ ഡിഫറൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, നമ്മളപ്പോൾ നോക്കാം ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സ്ഡ് ക്യാപിറ്റൽ ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ഏതൊക്കെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫിക്സ്ഡ് ക്യാപിറ്റലും ഇവിടെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റലും. ഒന്നാമത്തെ നോക്കാം. Two accounts are maintained, capital account and current account. ഫിക്സ്ഡ് ക്യാപിറ്റലിലും ടു അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യും. കറണ്ട് അക്കൗണ്ടും പിന്നെ ക്യാപിറ്റൽ അക്കൗണ്ടും നമ്മൾ രണ്ട് അക്കൗണ്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റലിൽ ഓൺലി വൺ അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ഇസ് പ്രിപ്പയർ, ഒരു അക്കൗണ്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ യൂഷ്വലി ദി എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ റിമൈൻ ദ സെയിം ഇയർ ആഫ്റ്റർ ഇയർ. എന്നുവെച്ചാൽ സെയിം ആയിരിക്കും, ഇയർ ആഫ്റ്റർ ഇയർ ആയാലും സെയിം ആയിരിക്കും നമ്മൾ ക്യാപിറ്റൽ എമൗണ്ട് റിമൈൻ ആയിട്ട് വരുന്നത്. കാരണം നമ്മൾ ആദ്യം ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് ആണ്, ആദ്യം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ആണ്. ഇപ്പൊ നമ്മൾ 10 lakh ആദ്യം ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ ആ എമൗണ്ട് അങ്ങനെ തന്നെ നമുക്ക് കണ്ടിന്യൂ ആയിട്ട് വന്നോണ്ട് ബിസിനസ് തുടങ്ങിയപ്പോൾ എത്ര എമൗണ്ട് ആയിട്ടത് അത് എത്ര വർഷമായാലും അത് തന്നെ കണ്ടിന്യൂ ആയിട്ട് വന്നുകൊണ്ടിരിക്കും ഇയർ ആഫ്റ്റർ ഇയർ. പിന്നെ ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഈസ് ഫ്ലക്ച്വേറ്റിംഗ്, എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ കൊണ്ട് ഫ്ലക്ച്വേറ്റിംഗ് പോലെ ആവും. ഇനി മൂന്നാമത്തെ ഫിക്സ്ഡ് ക്യാപിറ്റൽ വരുമ്പോൾ അഡ്ജസ്റ്റ്മെന്റ് ലൈക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, ഇപ്പൊ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വരുമല്ലോ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എക്സെട്ര ആർ മെയ്ഡ് ഇൻ കറണ്ട് അക്കൗണ്ട്. ഇതൊക്കെ നമ്മൾ കറണ്ട് അക്കൗണ്ടിലാണ് ചെയ്യുന്നത്. അപ്പൊ അതുപോലെ ഫ്ലക്ച്വേറ്റിംഗിൽ വരുമ്പോൾ അഡ്ജസ്റ്റ്മെന്റ്സ് ആർ മെയ്ഡ് ഇൻ ദി ക്യാപിറ്റൽ അക്കൗണ്ട്, അഡ്ജസ്റ്റ്മെന്റ്സ് വന്നാൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇനി അടുത്തത് both the current account and the capital account appeared in the balance sheet. both current account ആയാലും capital account ആയാലും രണ്ടും ബാലൻസ് ഷീറ്റിൽ അപ്പിയർ ആവും, ബാലൻസ് ഷീറ്റിൽ വരും അതിന്റെ എൻട്രീസ്. പിന്നെ only the capital account appear in the balance sheet. ഇവിടെ വന്നിട്ട് ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമാണ് ബാലൻസ് ഷീറ്റിൽ വരുന്നത്, കറണ്ട് അക്കൗണ്ട് വരത്തില്ല. ഇനി ലാസ്റ്റ് വൺ, ഇറ്റ് ഷുഡ് ബി സ്പെസിഫിക്കലി മെൻഷൻഡ് ഇൻ ദി ഡീൽ. ഇപ്പോൾ ഡീലിനൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും മെൻഷൻ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇനി ഫ്ലക്ച്വേറ്റിംഗിൽ വരുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് നെസസറി, അത്ര നെസസറി ആയിട്ട് വരുന്നില്ല. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് നെസസറി. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇതാണ് നമ്മൾ നോക്കിയത്. സോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഇതാണ് നമ്മൾ അതിൻ്റെ ഡിഫറൻസ് നോക്കിയത്. ഓക്കെ, സോ അപ്പോൾ അത്രയേ ഉള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്, അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് അതുപോലെ തന്നെ എന്തെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ കൂടെ ഒന്ന് ഫോളോ ചെയ്യുക, അത് ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ആദ്യത്തെ ചാനലായ ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. അതിൽ ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷും ഗ്രാമറും മോട്ടിവേഷനുമാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ആ ചാനലൊന്ന് കണ്ടു നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് അക്കൗണ്ടൻസി അല്ലെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സോ അപ്പോൾ ആർക്കെങ്കിലും വിളിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ വിളിക്കുകയാണെങ്കിൽ ഡീറ്റെയിൽസ് അപ്പോൾ പറയുന്നതായിരിക്കും. പിന്നെ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. സോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ഒരു കുഞ്ഞി ബെല്ലൈക്കൺ ഉണ്ടാകും, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത ക്ലാസ്സായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ, സീ യു.